നമ്മൾ കേട്ടു ശീലിച്ച ഒരു കഥയുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ കുത്തകയാണെന്നും അവിടെ സ്ത്രീകൾ വെറും കാഴ്ചക്കാർ മാത്രമാണ് എന്നുള്ള പഴഞ്ചൻ കഥ. എന്നാൽ ചരിത്രത്തിന്റെ പേജുകൾ മറിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഈ രാജ്യത്ത് വലിയൊരു മാറ്റം വരുമ്പോഴൊക്കെ അതിന്റെ മുൻനിരയിൽ ശക്തരായ ചില പെൺകരുത്തുകൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ പോരാട്ടങ്ങൾ മുതൽ മരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച ചിപ്കോ പ്രസ്ഥാനവും ഷഹീൻ ബാഗിലെ സമരജ്വാലകളും വരെ അതിന് ഉദാഹരണങ്ങളാണ്. പക്ഷെ വലിയൊരു ചോദ്യമുണ്ട്. ഇത്രയൊക്കെ പോരാടിയിട്ടും നമ്മുടെ പാർലമെന്റിലും നിയമസഭകളിലും എത്ര സ്ത്രീകളുണ്ട്? അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ രാഷ്ട്രീയത്തിലുള്ള വനിതകളിൽ പകുതിയോളം പേരും കുടുംബമഹിമ കൊണ്ട് മാത്രം ഉയർന്നു വന്നവരാണ്. പറഞ്ഞു വരുന്നത് സ്ഥിതി മാറുകയാണ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന് യാതൊരു ഗോഡ്ഫാദറുമില്ലാതെ ഭരണകൂടത്തിന്റെ കണ്ണുരുട്ടലുകളെയും അധികാര കേന്ദ്രങ്ങളെയും ഭയമേതുമില്ലാതെ ചോദ്യം ചെയ്യുന്ന 4 യുവ പോരാളികളെ കുറിച്ചാണ്. ആദ്യം നേഹ ബോറ. നിരാഹാര സമരത്തിന്റെ നിശ്ചയദാർഢ്യമാണവർ. JNUവിൽ നിന്നുള്ള PhD വിദ്യാർത്ഥിനിയും ഐസയുടെ നേതാവുമായ നേഹ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും വിദ്യാഭ്യാസ മേഖലയിലെ അനാസ്ഥയ്ക്കുമെതിരെ 23 ദിവസമാണ് നേഹ CJP പന്തലിൽ നിരാഹാര സമരം കിടന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം മുദ്രാവാക്യ വിളികൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും നിർവചിക്കുന്ന ഭാഷയാണെന്ന് നേഹ തന്റെ ഉറച്ച നിലപാടുകളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അടുത്തത് റിയ അഹിർ. സൈബർ ആക്രമണങ്ങൾക്ക് വഴങ്ങാത്ത പ്രതിരോധമാണവർ. മുംബൈയിലെ തെരുവുകളിൽ പോലീസ് തടഞ്ഞ വാഹനത്തിനു മുന്നിൽ ഭയമേതുമില്ലാതെ നെഞ്ചുവിരിച്ചു നിന്ന റിയ ആക്ടറും മോഡലുമാണ്. ആ ഒരൊറ്റ സംഭവത്തോടെ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് റിയയ്ക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ എന്റെ വസ്ത്രധാരണമല്ല, എന്റെ നിലപാടാണ് പ്രധാനം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് പോരാട്ടം തുടർന്ന ധീരമായ മുഖമായി റിയ മാറി. പ്രക്ഷോഭങ്ങളുടെ പോരാട്ട മുഖമായ ഐഷെ ഘോഷ്. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റും SFI നേതാവുമായ ഐഷെ ഘോഷ് രാജ്യത്തെ പുതിയ പോരാളി തന്നെയാണ്. ക്യാമ്പസ് സമരങ്ങളിൽ ചോര ചിന്തിയ പോരാട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു വന്നത്. വിദ്യാർത്ഥി യുവജന പ്രകടനങ്ങളുടെ മുൻനിര പോരാളിയായി അവർ മാറി. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായും ഇവർ ജനവിധി നേടിയിട്ടുണ്ട്. അടുത്തതായി ദാനിഷ് അലിയും രത്ന സിംഗുമാണ്. മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ഡൽഹിയിലെത്തി ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ സജീവമായ ഡാനിഷ് അലി ക്യാമ്പസിലെ അനാവശ്യ നിരീക്ഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയതിന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നിട്ടും സ്വന്തം വീട്ടിൽ പോലീസ് എത്തി ചോദ്യം ചെയ്തിട്ടും ഡാനിഷ് പതറിയില്ല. മറ്റൊരു വശത്ത് മാധ്യമപ്രവർത്തനവും നിയമപഠനവും പൂർത്തിയാക്കി CJPയുടെ ലീഗൽ സെല്ലിലൂടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന രത്ന സിംഗ് ഉണ്ട്. വിഭജന രാഷ്ട്രീയത്തിന് ഇനി യുവാക്കളുടെ ഇടയിൽ സ്ഥാനമില്ലെന്നാണ് ഇവർ ഉറപ്പിച്ചു പറയുന്നത്. ഇന്നലെയുടെ ഭയങ്ങളെയെല്ലാം എറിഞ്ഞുടച്ച് നാളെയുടെ ചരിത്രത്തെ മാറ്റി എഴുതാൻ ഇറങ്ങിത്തിരിച്ച ഈ യുവതികൾ വെറും പ്രതിഷേധക്കാരല്ല. ഇവർ തന്നെയാണ് ഇന്ത്യയുടെ നാളത്തെ ഭാവി. തെറ്റായ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പെൺകന്നലുകൾ ഇനിയും നാടിന്റെ പുനർനിർമ്മിതിക്കായി ഉയർന്നു വരേണ്ടതുണ്ട്.